ഇന്നത്തെ നമ്മുടെ സന്ദേശം സമീപസ്ഥനായ ദൈവം. 119 സങ്കീർത്തനം 151 വാക്യം. യഹോവേ, അങ്ങ് സമീപസ്ഥനാകുന്നു, അങ്ങയുടെ കൽപ്പനകൾ സകലവും സത്യം തന്നെ. ബട്ട് ലോർഡ്, യു ആർ നിയർ, ഓൾ യുവർ കമാൻഡ്സ് ആർ ട്രൂ. ഇവിടെ മുകളിൽ പറഞ്ഞ വാക്യവുമായി ഇതിന് ബന്ധമുണ്ട്. അതായത്, ദുഷ്ടത മെനയുന്നവർ എൻ്റെ അടുത്തെത്തിയിരിക്കുന്നു, അവർ നിന്റെ ന്യായപ്രമാണത്തോടകന്നിരിക്കുന്നു. അപ്പൊ ദൈവത്തോടും ദൈവപ്രമാണത്തോടും ഒത്തിരി അകന്ന മനുഷ്യർ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. എന്തിനാ? എന്നെ ഉപദ്രവിക്കാനും എന്നെയും കൂടെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ. അല്ലേ? ദൈവത്തോടകന്നവർ, ദൈവപ്രമാണത്തോടകന്നവർ, ദുഷ്ടത പ്രവർത്തിക്കുന്നവർ എന്നെ സമീപിച്ചിരിക്കുന്നു എന്ന് 150 വാക്യത്തിൽ വായിച്ചതാണ്. എന്തിനാ അവരുടെ ഉദ്ദേശം? എന്നെയും കൂടെ ദൈവത്തിൽ നിന്ന് അകറ്റുക, എന്നെ ഉപദ്രവിക്കുക, ദൈവത്തെ സേവിക്കുന്ന എന്നെ അപമാനിക്കുക, ഉപദ്രവിക്കുക, വേദനിപ്പിക്കുക. എന്നാൽ ഞാൻ ഇതിനിടയിൽ ഒരു അത്ഭുതം കാണുന്നു. അതെന്താണ്? അതിനേക്കാൾ അടുത്ത് നീ നിൽപ്പുണ്ട്. ഒരു ഹല്ലേലൂയ പറയാമോ? സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. ദുഷ്ടത പ്രവർത്തിക്കുന്നവരും ദൈവത്തോടകന്നവരും ദൈവപ്രമാണത്തോടകന്നവരും എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ അല്പം ആശങ്കപ്പെട്ടിട്ടും. കാരണം ഞാൻ അവരുടെ പക്ഷം ചേർന്ന് പോകുമോ? ഞാൻ അവരെ പോലെ ആയി പോകുമോ? അതായത്, തിന്മയോട് എതിർക്കണമെങ്കിൽ തിന്മ കൊണ്ടല്ലേ പറ്റും. കടിക്കാൻ വരുന്ന നായോട് എങ്ങനെയായിരിക്കും നാം എതിർക്കുക? കുത്താൻ വരുന്ന പോത്തിനോട് എങ്ങനെയായിരിക്കും നമ്മൾ എതിർക്കുക? തിന്മയെന്ന ആയുധവുമായി എൻ്റെ അടുക്കിലേക്ക് വരുന്നവരെ നന്മ കൊണ്ട് നേരിടാനും മാത്രം ഞാൻ ശക്തനായിട്ടില്ല. ഇത് പഴയ നിയമ കാലഘട്ടമാണെന്നും കൂടെ ഓർക്കണം. പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണെന്ന പ്രമാണമുള്ള കാലമാണ്. എന്നാൽ ഇന്നത്തെ പ്രമാണം മാറി. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കണം എന്ന് പഠിപ്പിക്കുന്ന യേശു കർത്താവിൻ്റെ സീസണാണിത്. ഓക്കെ, അപ്പൊ നമ്മുടെ വിഷയം തിന്മ മാത്രം ചിന്തിക്കുകയും തിന്മ പ്രവർത്തിക്കുകയും ദൈവത്തോടകന്ന് ജീവിക്കുകയും ദൈവപ്രമാണത്തോട് ബഹുദൂരം അകന്ന് നിൽക്കുകയും ചെയ്യുന്നവർ എന്നോടടുക്കുമ്പോൾ എന്നെയും ദൈവത്തിൽ നിന്ന് അകറ്റുന്ന സാഹചര്യം ഉണ്ടാകും, ഉറപ്പാണ്. എന്നാൽ എനിക്ക് എൻ്റെ ദൈവത്തിന്റെ പ്രമാണം വിടാനൊട്ട് കഴിയുകയുമില്ല. ഇങ്ങനെ ഞാൻ കൺഫ്യൂഷൻ ആകുമ്പോൾ, ഇങ്ങനെ ഞാൻ ത്രിശങ്കുവിലാവുമ്പോൾ, ഇങ്ങനെ ഞാൻ വിഷമിക്കുമ്പോൾ, ഞാനൊന്ന് കണ്ണടച്ച് ധ്യാനിച്ചപ്പോൾ ഞാൻ കണ്ടു അവരെക്കാൾ അടുത്തെന്റെ ദൈവം നിൽപ്പുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ തിന്മ കൊണ്ട് നിങ്ങളെ അസ്വസ്ഥരാക്കുന്ന വ്യക്തികളോ സാഹചര്യങ്ങളോ സംഭവങ്ങളോ ഉണ്ടോ? നിങ്ങളുടെ സമീപത്ത് നിങ്ങളുടെ ആത്മീയതയെ കവർന്നു കളയുന്ന വ്യക്തികളോ സംഭവങ്ങളോ സാഹചര്യങ്ങളോ നിൽക്കുന്നുണ്ടോ? ഉണ്ട്.
അല്ലേ? അതാരോ ആകട്ടെ, വീട്ടിനകത്തുള്ളവരോ സഭയ്ക്കകത്തുള്ളവരോ പുറത്തുള്ളവരോ ആരോ ആകട്ടെ. പക്ഷെ നിങ്ങൾ പ്രതികരിക്കരുത്. ഒരു നിമിഷം ധ്യാനിക്കൂ. അതിനേക്കാൾ അടുത്ത് കർത്താവ് നിൽപ്പുണ്ട്. എന്തിനാണെന്നറിയാമോ? നിങ്ങളെ സഹായിക്കാനാണ്. പക്ഷെ നിങ്ങൾ പെട്ടെന്ന് കർത്താവിനെ കാണാതെ പ്രതികരിച്ചാൽ കർത്താവ് ലജ്ജിതനായി, ശത്രു ജയിക്കും. വാക്യം ഒന്നുകൂടെ പറയാം. ബട്ട് ലോർഡ് യു ആർ നിയർ. എന്നാൽ എന്ന വാക്ക് വന്ന എന്താ? മുള്ളത്തെ വാക്യം ബട്ട് ലോർഡ് യു ആർ നിയർ. ഓൾ യുവർ കമാൻഡ്സ് ആർ ട്രൂ. സാഹചര്യം എനിക്ക് പ്രതികൂലമാണെങ്കിലും ദൈവം എനിക്ക് അനുകൂലമാണ്. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.